ഇന്ന് 3-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ പ്രാവിൻകൂട് ഷാപ്പ്. അതോടൊപ്പം തന്നെ ഇന്ന് 10-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു രേഖാചിത്രം. സിനിമകളുടെ ഇന്നലത്തെ 2-ാം ദിവസത്തെയും 9-ാം ദിവസത്തെയും ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും വൻ ഹൈപ്പിൽ തിയേറ്ററിലെത്തിയ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ 2-ാമത്തെ ദിവസം 24 അവേഴ്സിൽ വെറും 21,000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ മാത്രമാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. സിനിമ തിയേറ്ററിൽ എത്തുന്നതിന്റെ മുന്നേ തന്നെ നല്ലൊരു ഇൻസൈഡ് റിപ്പോർട്ട് ഉണ്ടായിരുന്ന ചിത്രത്തിന് പ്രേക്ഷകർ കണ്ടതോടുകൂടി ആ ഒരു ഇൻസൈഡ് റിപ്പോർട്ടുകളെല്ലാം കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി നമുക്ക് നോക്കാം 9-ാമത്തെ ദിവസം രേഖാചിത്രം എന്ന മൂവിയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എങ്ങനെ പോയി എന്ന്. ഇതാ അവസാനത്തെ 24 അവേഴ്സിൽ 42,000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം രേഖാചിത്രത്തിൻ്റെത് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. 2-ാമത്തെ ദിവസം വെറും 21,000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ പ്രാവിൻകൂട് ഷാപ്പ് എന്ന ചിത്രത്തിൻ്റെത് പോയതെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് 9-ാമത്തെ ദിവസം രേഖാചിത്രം എന്ന മൂവിയുടെ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് രേഖാചിത്രം മൂവി പോയിക്കൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ ദിവസം പ്രാവിൻകൂട് ഷാപ്പിന് കിട്ടിയതിൻ്റെ ഇരട്ടിയോളം ടിക്കറ്റ്സുകൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ രേഖാചിത്രം കൊണ്ടുപോയപ്പോൾ പ്രാവിൻകൂട് ഷാപ്പിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ റിലീസിന്റെ മുന്നേ തന്നെ വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കുമെന്ന് ഇൻസൈഡ് റിപ്പോർട്ടിലൂടെ സൂചിപ്പിച്ച പ്രാവിൻകൂട് ഷാപ്പിന് സിനിമ കണ്ട പ്രേക്ഷകർ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് നൽകിയില്ല. അതോടുകൂടെ ബോക്സ് ഓഫീസിൽ മൂക്ക് കുത്തുകയായിരുന്നു ഈ ഒരു ചിത്രം. അൻവർ റഷീദ് നിർമ്മിച്ച ചിത്രത്തിൽ വലിയ ടെക്നീഷ്യൻസ് അണിനിരന്ന ചിത്രത്തിൽ ചെമ്പൻ വിനോദ്, ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ബേസിൽ ജോസഫിന്റെ മിനിമം ഗ്യാരണ്ടി എന്നുള്ള ഒരു ടാഗ് ലൈൻ പോലും സിനിമയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഒടുവിൽ വന്നിരിക്കുന്നത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ.